ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. നമ്മൾ എന്നെ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ല കേട്ടോ, ഹെയർ പാക്കിൻ്റെ വീഡിയോ ആണ്. മോൾക്ക് കുറേ ഡാൻഡ്രഫും ഹെയർ ഫോൾസും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അത് മാറാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ആവാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആദ്യം നമുക്ക് കറ്റാർ വാഴയുടെ 2 തണ്ടാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസാക്കാൻ പറ്റും, ഒരു 3 ആഴ്ച വരെക്ക് യൂസാക്കാൻ പറ്റും കേട്ടോ. അത് കാരണം ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉലുവ വേണം. ഉലുവ ഒരു 3 ടേബിൾ സ്പൂൺ നന്നായിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ രാത്രി. നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് കറ്റാർ വാഴ നന്നായിട്ട് ഇങ്ങനെ വെച്ചാൽ ആ പശയൊക്കെ പോവും. പശ പോയ ശേഷം നമുക്ക് കട്ട് ചെയ്തിട്ട് 2-3 പ്രാവശ്യം വാഷ് ചെയ്യുക. വാഷ് ചെയ്ത ശേഷം ഒന്ന് തണുപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. അപ്പോൾ ആ പശയൊക്കെ പോവട്ടെ. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഉലുവ കുതിർത്ത് വെച്ച വെള്ളവും എല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് കൊണ്ടുവരാം. ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, ഇങ്ങനെ വേണം കേട്ടോ. ഒരു 2-3 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ട് അരച്ച് കൊണ്ടുവന്നാൽ ഇങ്ങനെ പേസ്റ്റായിട്ട് കിട്ടും നമുക്ക്. ഡാൻഡ്രഫൊക്കെ പോവാനും മുടിയൊക്കെ സിൽക്കി ആവാൻ നല്ലത് കേട്ടോ. ഇപ്പോൾ ആഴ്ചയിൽ 1 പ്രാവശ്യം 2 പ്രാവശ്യം ഇടണം. പക്ഷേ സ്കൂളിലുള്ള കാരണം കൊണ്ട് അവൾക്ക് ഞാൻ 1 പ്രാവശ്യം ആഴ്ചയിൽ 1 പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സമയം ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് പാക്കറ്റ് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് മൊത്തത്തിൽ 1 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്കൊന്ന് ബോയിൽ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആയ ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ബോയിലായിട്ട് വരണം കേട്ടോ. നമ്മൾ ഉലുവ മാത്രം എടുക്കുമ്പോൾ മുടി ഡ്രൈ ആവും കേട്ടോ. അത് കാരണം കൊണ്ടാണ് കറ്റാർ വാഴയുടെ തണ്ട് നമ്മൾ യൂസ് ആക്കുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ മുടി സിൽക്കി ആയിട്ട് ഉണ്ടാവും, പിന്നെ ഡ്രൈ ആയി പോവില്ല. നല്ല കൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഒന്ന് കുരുക്കി പോലത്തെ എടുക്കണം കേട്ടോ. കുരുക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇത് നമുക്ക് ഒരു 3-4 ആഴ്ച യൂസാക്കാൻ പറ്റും. നമ്മളിത് ഉണ്ടാക്കിയ ശേഷം തണുപ്പായ ശേഷമാണ് നമ്മൾ ഇത് ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുക കേട്ടോ. ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ ചൊറിച്ചില ഒന്നും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ചില ആൾക്കാർക്ക് പറ്റില്ലല്ലോ, എല്ലാവരും സ്കിൻ ടൈപ്പ് ഒരേപോലത്തെ ഉണ്ടാവില്ലല്ലോ. ഇങ്ങനെ ചെയ്താൽ എല്ലാവർക്കും യൂസാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കുക. എടുത്ത ശേഷം നമുക്ക് ആവശ്യമുള്ളത് മാത്രം വേറെ ബോളിലൊക്കെ എടുത്തിട്ട് തയ്ച്ചാൽ മതി. ഒരു ബോക്സിലിട്ട് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ ഒരു 3-4 ആഴ്ച വരെക്ക് കേടുവരാതിരിക്കും കേട്ടോ. ഡാൻഡ്രഫ് പോവും, ഹെയർ ഫോൾസൊക്കെ നിൽക്കും കേട്ടോ. ഇത് മൊത്തത്തിൽ ഒരു 3 മാസം 2 മാസം യൂസ് ആക്കണേ. ഒരു 2-3 പ്രാവശ്യം യൂസ് ആക്കുമ്പോഴത്തേക്ക് വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ലോ ഫ്ലെയിമിലായ കാരണം കൊണ്ട് കുറച്ച് സമയം എടുക്കാം ഇവിടെ. ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നല്ലൊരു പേസ്റ്റ് ടൈപ്പിലാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയാൽ മതി.
ഇതിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി. കണ്ട, ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സൈഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുപ്പായ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് ആവശ്യമുള്ളത് മാത്രം തലയിൽ തയ്ക്കാനുള്ളത്, അപ്ലൈ ചെയ്യാനുള്ളത് നമ്മൾ മാറ്റുക, ഒരു ബൗളിലേക്ക് മാറ്റുക. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് മുളക് തയ്ക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇട്ട് കൊടുത്താൽ മതി. സമയം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇടാം, പക്ഷേ സമയമില്ലല്ലോ. അത് കാരണം ഒരു പ്രാവശ്യമെങ്കിലും ആഴ്ചയിൽ യൂസ് ആക്കാം കേട്ടോ. നല്ല ഡാൻഡ്രഫൊക്കെ പോവും. നമ്മളുടെ ഹെയർക്കൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. നല്ല സിൽക്കി ആയിട്ടുണ്ടാവും കേട്ടോ, മുടി സിൽക്കി ആയിട്ടുണ്ടാവും, ഡാൻഡ്രഫ് പോവും. ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. താങ്ക് യു.